ഉൽപ്പാദന രംഗത്ത് നല്ല ഇതുവരെ ഉണ്ടാകാത്ത ഒരു കുതിച്ചുചാട്ടമാണ് ചെയ്തത്. അതിന് ഞങ്ങൾ ഇതിൽ ഉൽപ്പാദന രംഗത്ത് ഇറക്കിയ ബുക്ക് നിങ്ങൾക്ക് തരാം. നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഞങ്ങളെ വിമർശിക്കുന്നത് ശരിയാണെന്നുള്ളത്. നിങ്ങളത് വായിച്ച് നോക്കാതെ ഉൽപ്പാദന രംഗത്തൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, ഹൈഡ്രൽ പ്രോജക്റ്റ് 20 മെഗാവാട്ടൊക്കെ ആയിരുന്നു അതിന് മുമ്പുള്ളത്. ഇപ്പോൾ 175 മെഗാവാട്ടായി. അതേപോലെ 2000 മെഗാവാട്ട് ഇതുണ്ടാക്കി. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിൽ ചെയ്തത്. അതൊന്നും ചെയ്തില്ല, മുൻകൂട്ടി ഒന്നും കണ്ടില്ല എന്നുള്ള വിമർശനം മാത്രം നിങ്ങൾ പറയുമ്പോൾ ഒരു മനസ്സിന് വിഷമമുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇതിലെന്തൊക്കെ ചെയ്തിരിക്കണത് എന്നുള്ളതിൻ്റെ ഞാൻ എല്ലാവർക്കും ഓരോ ഇത് തരാം. എന്തൊക്കെ വൈദ്യുതി രംഗത്ത് ചെയ്തിരിക്കണം, അത് നടപ്പാക്കിയിട്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വിമർശനം നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 8-ാം തീയതി പവർ എക്സ്ചേഞ്ചിൽ നിന്നും 250 മെഗാവാട്ട് വാങ്ങുന്നതിന് അനുവേണ്ടി ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. കമ്മീഷൻ ആ പെറ്റീഷൻ പരിശീലനം നടത്തുന്നത് 24-ന് മാത്രമാണ്. അത് കഴിഞ്ഞ് ഉത്തരവ് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരവ് വരുന്നത്. ഈ 18 വരെ പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമായിരുന്നു. പക്ഷേ ഈ പെറ്റീഷൻ അനുമതി വന്നപ്പോഴേക്കും അവർ വൈദ്യുതി നേരില്ല. ഇത്തരത്തിൽ ഈ ഇപ്പോഴും ക്രൈസിസ് കണക്കിടുമ്പോൾ ഈ പെറ്റീഷൻ അടിയന്തര പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട കമ്മീഷൻ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ച വന്നിട്ടില്ല. എന്താണ് KCBയുടെ വിലയിരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്താണ് എന്ത് കാരണം കൊണ്ടാണ് തടസ്സം നിർത്തി എന്നുള്ളത്. ഒരു വിവാദം ഉണ്ടാക്കാനില്ല. അതെന്താ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് അറിയില്ലല്ലോ. കമ്മീഷൻ ഇപ്പോഴത്തെ സാഹചര്യം ബോധമുള്ളതാണല്ലോ. ഇത് അടിയന്തര സാഹചര്യമാണ്. വേഗം കൂടുന്നു. അതന്നെ. അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ തന്നല്ലോ, ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ തരുകയും ചെയ്തല്ലോ. പ്രശ്നം അവസാനിച്ചു. ഇന്നലെ തന്നെ റോഡ് ഷെഡിങ് ഇല്ലല്ലോ. അത് കുറച്ച് സമയമുണ്ടുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേക്കപ്പ് ചെയ്തു. ഈ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. അതായത് 8-ാം തീയതി റെഗുലേറ്ററി കമ്മീഷന് ഈ പറയുന്ന സജഷൻ കൊടുക്കുന്നു. അതിനുശേഷം 8-ന് അവർ ആ തീരുമാനം എടുക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം 14-ലേക്ക് മാറ്റി 21, 22 ഹിയറിംഗിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പാചകവാതകത്തിന്റെ പേഴ്സണത്തിൽ വന്ന ഇൻഡക്ഷൻ കുക്കറിലേക്ക് കാര്യങ്ങൾ വന്നതൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുന്നൊരുക്കം നടത്തുന്നത് ഇത്രയും ഗൗരവകരമായ സാഹചര്യം ഉണ്ടാകുന്നത് 8-ാം തീയതി പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല എന്നൊരു വിമർശനം. നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത് തന്നെ ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത് നിങ്ങൾ ചോദിക്കും എന്താ അങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതൊരു ഹാഫ് ജുഡീഷ്യറി ബോഡിയല്ലേ. രാവിലെ കമ്മീഷണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതല്ലോ. ഞങ്ങൾ പലതും സംസാരിച്ച് എല്ലാതും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയല്ലേ. കേരളത്തിലല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. എന്ന് പറയുന്നത് ഒരു ആകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലല്ലോ. കേരളത്തിലുള്ള ഒരു സ്ഥാപനം 8-ാം തീയതി പെറ്റീഷൻ നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കുന്നതാണ് നല്ലത്. വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ അത് ഞങ്ങളായ അഭിപ്രായം പറഞ്ഞ ശേഷമാണല്ലോ ഇപ്പോൾ ഇത് കിട്ടിയത്. ആ സമയത്ത് മിനിസ്റ്റർ ഈ കാര്യത്തിൽ അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുത്താനോ ഇടപെടലോ ആ ഘട്ടത്തിൽ മിനിസ്റ്റർ നടത്തിയിരുന്നോടുകൂടി അല്ല, അത് ബോർഡ് നമ്മുടെ അടുത്ത് നിർദ്ദേശം തന്നാലില്ലേ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ബോർഡ് എൻ്റെ അടുത്ത് നിർദ്ദേശം തന്നിട്ടില്ല. ഇല്ല. വൈകിട്ട് അവസാനം ഞങ്ങൾ ഇടപെട്ടിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ പെട്ടെന്ന് തീരുമാനമെടുത്തത്. ഇല്ല, ബോർഡ് അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ് അവർ. അത് കിട്ടിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ഇത് നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. അല്ലല്ല, അത് വേണ്ട. ഇത് അങ്ങനെ അത് പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ഓരോ സെക്ഷനിലും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എന്താണ്, ട്രാൻസാക്ഷനിൽ എന്താണ്, ഈ ഉൽപ്പാദനത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെല്ലാം ട്രാൻസ്ഫോർമർ എത്രണ്ണം വാങ്ങിയിട്ടുണ്ട്, എത്രണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായ കണക്കുണ്ട്. എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്? എപ്പോൾ മുതൽ ആരംഭിക്കുന്നത്? ഇന്ന് മുതലാണോ?
അല്ല ഈ ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ഡ്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ല. ഇല്ല, ഇപ്പം ഇല്ല. ഇത് നടപ്പാക്കത്തില്ല. അല്ല, ഇനി സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പവർ ഇപ്പോൾ 250 മെഗാവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രശ്നം വരില്ല. ഇപ്പോൾ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തപ്പോൾ ഇന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. നല്ല രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ ഇന്നും കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്യുമെന്നാണ് പറയുന്നത്. അത് വന്നാൽ പിന്നെ പ്രശ്നമേ വരില്ല. കഴിഞ്ഞ ഒരാഴ്ചയോളം തിരുവനന്തപുരത്ത് മാത്രം, തിരുവനന്തപുരത്ത് നമ്മൾ നേരിട്ട് കാണുന്ന തിരുവനന്തപുരത്തെ ഈ മലയോര മേഖലയിലൊക്കെ ഏകദേശം 1 മണിക്കൂറിലധികമാണ് രാത്രികാലങ്ങളിൽ വൈദ്യുതി ഇല്ലാതിരുന്നത്. പ്രത്യേകിച്ച് 11 മണിക്കൊക്കെ ബുക്ക് കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതൊന്നും ലോഡ് ഷെഡിങ് അല്ല. കാറ്റും മഴയും വന്നാൽ മരം വീണാലും കുഴപ്പം വരുമല്ലോ. കാറ്റും മഴ ഇല്ലാത്ത ദിവസത്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ കാര്യം ഇല്ല. അതെന്താ വെച്ചാൽ ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പാകുകയാണ്. അല്ല, മിനിസ്റ്റർ തന്നെ പറഞ്ഞു ഇപ്പൊ ഒരു ബുക്ക്ലെറ്റ് വായിച്ച് എനിക്ക് പറയാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ കേസുകൾ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ചെയ്തിട്ടും 2024 അത്രയും വൈദ്യുതി ഉപഭോഗം ഉണ്ടാകാതിരുന്നിട്ടും ആര് പറഞ്ഞു 2024 വെച്ച് എത്ര കൂടുതലുണ്ട്? ഒരു വിമർശനം വരുന്നത്, സാധാരണ നമ്മൾ വൈദ്യുതി പ്രതിസന്ധി വന്നാൽ അതിൻ്റെ ഒരു അവയർനെസ് നേരത്തെ തന്നെ KCB ആരംഭിക്കും. അതായത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തും. രാത്രികാലങ്ങളിൽ ഇത്ര സമയത്ത് ഈ ഫ്രിഡ്ജ് പോലത്തെ ഉപകരണങ്ങൾ, ജായന്റ് ബോക്സ് ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അവയർനെസ് എല്ലാ കാലങ്ങളിലും KCB നടത്താറുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന പവർ ഫെയിലിയർ ആവുന്നത് വരെ ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ക്യാമ്പയിനും KCBയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? ഇല്ല, അതൊന്നും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം. എനിക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനെയൊരു പെട്ടെന്ന് അവിചാരിതമായിട്ട് ഇങ്ങനെ വരുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പോൾ ഗൾഫ് യുദ്ധം വരുന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചോ? നമ്മളിപ്പോൾ കൂടുതൽ വാങ്ങിയിട്ട് ആവശ്യം വന്നില്ലെങ്കിൽ നമ്മളത് നഷ്ടം വന്നാൽ നമുക്ക് ബോർഡിന് വലിയ നഷ്ടം വരില്ലേ സറണ്ടർ ചെയ്താൽ? അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ? അപ്പോൾ ഉഷ്ണതരംഗം ഇങ്ങനെ ഇത്രയും വരുന്നു എല്ലാം ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ല. ബോർഡിന് ഏതാണ്ട് ഈ ഒരു അപകട സാഹചര്യം മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതല്ലേ കമ്മീഷന് കൊടുത്ത പെറ്റീഷനിലൂടെ വ്യക്തമാകുന്നത്. ബോർഡ് ആ കാര്യം മുന്നിൽ കണ്ടു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അത് ഇപ്പോഴല്ലേ ഞാനത് അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടപ്പോൾ അപ്പം തന്നെ പെറ്റീഷൻ കൊടുത്തല്ലോ. പക്ഷെ കമ്മീഷൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അത് കമ്മീഷനോട് തന്നെ ചോദിക്കണം. ഇന്നത്തെ കൂടിക്കാഴ്ചയിലാകട്ടെ മിനിസ്റ്റർ പറഞ്ഞു അത് വ്യക്തികൾ അത് പുറത്തു പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതല്ല അത് ജുഡീഷ്യറി സ്വഭാവമുള്ള ഒരു കമ്മിറ്റിയാണ്. അത് ഇതിനകം നമുക്കത് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിനോട് തന്നെ നിങ്ങൾ ചോദിക്കും. ജീവനക്കാരുടെ സംഘടനകൾ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രതിഷേധം നടത്തി റെഗുലേറ്ററി കമ്മീഷനെതിരെ. അവരുന്നയിക്കുന്ന കാര്യങ്ങൾ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള കരാറുകൾ, ലോങ് ടൈം കരാറുകൾ, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ അനാസ്ഥ, ഒപ്പം തന്നെ ഇങ്ങനെയുള്ള റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ അംഗീകരിക്കാത്ത അവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിക്ക് റെഗുലേറ്ററി കമ്മീഷന് വഴിവെക്കുന്നു എന്നാണ് അവരുടെ വിമർശനം. അതിപ്പോ ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷനോട് നിങ്ങൾ ചോദിക്കും. ഞാൻ റെഗുലേറ്ററി കമ്മീഷനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അതെ, അത് പറയുന്നുണ്ടോ? അത് പറ്റിട്ടുണ്ടല്ലോ. പറ്റപ്പോൾ തന്നെ നമ്മളത് അതിലിടപെടാൻ ശ്രമിച്ചത്. ആരാ റദ്ദാക്കിയത്? അത് ആരാ റദ്ദാക്കിയത്? അതൊന്നും അല്ല കാരണം. അല്ല, അത് മാത്രമല്ല. അത് 11 ട്രിപ്പ് മാറുന്നത് എന്താ അറിയോ? ആ ആളുകളെ 4 AC ഉപയോഗിക്കുന്നത് 1 AC ഉപയോഗിക്കുക, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കമ്മിയാക്കുക, ഗ്രൈൻഡർ ഓട്ടുന്നത്, വാഷിംഗ് മെഷീൻ ഓട്ടുന്നതൊക്കെ ഒന്ന് കമ്മിയാക്കുമ്പോൾ തനിയെ ഡ്രിപ്പ് അത് പോവും. അത് നിങ്ങൾ തന്നെ അറിയാലോ. നിങ്ങൾ 11 മണി കഴിഞ്ഞാൽ എത്ര ഇലക്ട്രിസിറ്റി ഉപയോഗം? ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യില്ലേ? ഓഫ് ചെയ്യുമ്പോൾ അത് കമ്മിയായി വരില്ലേ? അത് തന്നെയല്ലേ ഇത്. എന്താ ഈ 10 കൊല്ലം അതൊന്നും നടന്നില്ലല്ലോ.
കാലാവസ്ഥയെ ഈ ഗൾഫിൽ വരുന്ന ആരെങ്കിലും 10 കൊല്ലം കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ? അല്ല, ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ 2016 മുതൽ 2023 വരെ 465 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് ഇല്ലാതായത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിട്ടില്ലേ? ഇല്ല, അതിനുശേഷം വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ വാങ്ങേണ്ട സാഹചര്യം വന്നില്ല. അല്ല, അതിന് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ 70% പുറത്തുനിന്നല്ലേ വാങ്ങിക്കണം. 30% ഉൽപ്പാദനമുള്ളൂ. നിങ്ങൾ ഉൽപ്പാദനത്തിന് ഇവിടെ ഒരു ശ്രമം നടത്തിയപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് 3000 TMC വെള്ളമുണ്ട്. 300 TMC വെള്ളമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ കാവേരിയിൽ 147 TMC ഉണ്ട്. നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? ആകെ 30 അനുവദിച്ചു ട്രൈബ്യൂണൽ. ആ 30 അനുവദിക്കാൻ അവിടെ ഒരു ഡാം കെട്ടാൻ പുറപ്പെട്ടാൽ അവിടെ ഒരാൾ ബാഗും തൂക്കി അവിടെ കാക്കയ്ക്ക് പറക്കാൻ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കും. അത് വലിയ വാർത്തയാക്കി വരും. ആ പ്രോജക്റ്റ് നിൽക്കും. കുരിയാർകുറ്റി എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ ആ പ്രോജക്റ്റിനെ 2 പരിസ്ഥിതിവാദികൾ പറഞ്ഞു നിങ്ങളതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി ആ പ്രോജക്റ്റ് നിർത്തുന്നത്. അതിരപ്പള്ളി നിർത്തി, പൂയംകുറ്റി നിർത്തി. മറ്റ് സ്റ്റേറ്റുകൾ അത് ഇടുക്കിയിൽ 35 പൈസയേ വരുള്ളൂ ഒരു യൂണിറ്റിന്. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് 15 ഉറുപ്പ്യ വരെ കൊടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ നമ്മൾ തന്നെ സമ്മതിക്കില്ല. ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ 40 TMC വെള്ളം കൊണ്ടുപോയി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ധാരാളം ഉണ്ട് പറഞ്ഞ് കൊടുത്തതാണ്. പറമ്പിക്കുളത്തിന് 30 ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വെള്ളം പോകുന്നില്ലേ? അത് നമുക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ലല്ലോ. അത് വേണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ. ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരിസ്ഥിതിക്കാരൻ ഒരാൾ വന്ന് ഒരു ബാഗം തൂക്കി വന്നിട്ട് അത് അവിടെ മൃഗങ്ങൾക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ നിങ്ങളതിൻ്റെ പിന്നാലെ നിൽക്കുമല്ലോ. നിങ്ങളെന്ത് പറഞ്ഞു? നിങ്ങളുടെ ജനങ്ങളുടെ വികാരം നിങ്ങൾ അതിനു വേണ്ടി വാദിക്കുന്നില്ലല്ലോ. ആരും വാദിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും മാറിയിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങളും കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാതെ അവിടുത്തെ സാങ്കേതികതയും കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാണ്ട് അതിൽ പ്രത്യേകമായ വിഷമമാണെന്നൊന്നും പറയില്ല. ഞാൻ പറയണത് ഈ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ വരണ്ടേ? ഇല്ല, അവരത് അവിടുത്തെ പ്രായോഗിക വിഷമം കൊണ്ടത് ഉപേക്ഷിച്ചല്ലോ. അതിരപ്പള്ളി ഉപേക്ഷിച്ചല്ലോ. അതിപ്പോഴല്ല ഉപേക്ഷിച്ചത്. നേരത്തെ തന്നെ അവിടുത്തെ ആദിവാസിയും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. വേണമെന്ന അഭിപ്രായമില്ല. നമ്മൾ ഓരോ കാരണം പറഞ്ഞ് മുടങ്ങിയതിനെക്കുറിച്ച് അതിനേക്കാളും നല്ലതല്ലേ പൂയംകുറ്റി എന്താ മുടക്കിയത്? എത്ര നല്ല പ്രോജക്റ്റാണ്. ഇടുക്കിയേക്കാളും നല്ല പ്രോജക്റ്റല്ലേ പൂയംകുറ്റി? അതിനെ മുടക്കിയില്ലേ? ഇപ്പോൾ ഇടുക്കിയുടെ സെക്കൻഡ് സ്റ്റേജ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അവിടെ 4 ആൾ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രോജക്റ്റും വരാൻ സമ്മതിക്കില്ലല്ലോ നമ്മളുടെ ഇവിടെ. യഥാർത്ഥത്തിൽ നിങ്ങളാണ് തടസ്സം. എന്താ അറിയാം? നിങ്ങളാണ്. അല്ലല്ല, CPI ഒന്നുമല്ല. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അതൊരു വാർത്ത വളരെ വലുതാക്കി എടുത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തു. അതെന്നാ അപ്പം പ്രോജക്റ്റ് നിന്നു. CPI ഒന്നും വീഴുന്നില്ല. അല്ല, അത് ചെറിയൊരു പ്രോജക്റ്റാണല്ലോ അതിരപ്പള്ളി. അതിനേക്കാളും വലിയ പ്രോജക്റ്റുകൾ ഉണ്ടല്ലോ. അതിൽ തടസ്സം വന്നതിൽ നിങ്ങളെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതൊരു ചെറിയ പ്രോജക്റ്റാണ്. അവിടെ ആദിവാസികൾക്ക് വിഷമം വരുന്നത് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അതിൽ ന്യായമുണ്ട്. ഇല്ലയെന്ന് പറയാനൊന്നും പറ്റില്ല. അതേ സ്ഥാനത്ത് വലിയ പൂയംകുറ്റിയൊക്കെ മുടക്കിയതിന് എന്താ കാരണം? ഇടുക്കിയുടെ 2 പ്രോജക്റ്റ് ഇത് കിട്ടുന്നതല്ലേ. ഇടുക്കിയുടെ സെക്കൻഡ് സ്റ്റേജ് എടുക്കാൻ പറഞ്ഞു. അതിനെന്താ തടസ്സം? വിമർശനം കഴിഞ്ഞ 3 വർഷം നമ്മുടെ ഡാമുകളിൽ ധാരാളം വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു. ആ ഈ ഡാം മാനേജ്മെന്റിൽ വലിയ വീഴ്ച സംഭവിച്ചു. അത് ഉയർപ്പെട്ട പരിസ്ഥിതി കാരണം എന്ന് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ വർഷം ചന്ദ്രപ്പൂരിൽ നിന്നും 1514 ദശലക്ഷം ലിറ്റർ വൈദ്യുതി കിട്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കുന്നതിന് അത് തിരിച്ചു കൊടുത്തു. അത്രത്തോളം വെള്ളം വേണ്ട പോലും. പക്ഷേ
സംഭരിച്ച് വയ്ക്കാതെ ഒരു ഭാഗം കാണാതെ മുഴുവൻ വീഴ്ച തീർത്തിട്ട് അതിപ്പോൾ ഡാം മാനേജ്മെന്റ് വലിയ വീഴ്ച സംഭവിച്ചത് വിമർശനം ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് ആണ് കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സസ് കൊടുത്തത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ആ പ്രശ്നമില്ല. ഇത് നിങ്ങൾ പറഞ്ഞത് അന്വേഷിക്കാൻ പറയാം. നമ്മൾ ഈ കൊച്ചി നെടുമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി പ്രസരണ നഷ്ടം കുറച്ചു, വലിയ തരത്തിലുള്ള വലിയ വിമർശനമൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു. പക്ഷേ അവസാന കാലത്ത് ഇങ്ങനെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ കാണിച്ച വീഴ്ച കാരണം, സൂക്ഷ്മതക്കുറവ് കാരണം, അവരുടെ സഹകരണം ഇല്ലാത്തതുകൊണ്ടാണ് മുഴുവൻ പഴി അവസാനം സർക്കാർ കേൾക്കേണ്ടി വരുന്നത്. പ്രതിപക്ഷം ഇരുണ്ട കാലത്തിന്റെ പ്രസംഗം നടത്തിയവർക്ക് ഇപ്പൊ മറുപടി ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു സൂക്ഷ്മതക്കുറവ് റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് ഇടപെടൽ സർക്കാരിന് ആ ഘട്ടത്തിൽ നടത്താൻ ഇബിക്ക് കഴിഞ്ഞു എന്നതാണ് ചോദ്യം. അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് തന്നെ ചോദിക്കുക എങ്ങനെ ഇടപെട്ടു എന്താണെന്നുള്ളത്. ഞങ്ങൾ കോടതിയിലെ ഒരു പരിപാടിയിൽ ഞങ്ങൾ ഇടപെടുന്നതിന് ഒരു മര്യാദയില്ലല്ലോ. മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പവർ കട്ടോ അല്ലെങ്കിൽ നിയന്ത്രണമോ ഒരു തരത്തിലും ഇല്ല എന്ന് പറഞ്ഞു. ട്രിപ്പ് ആകുമ്പോൾ ഓഫ് ആകുന്നതാണെന്ന് പറഞ്ഞു. ഇന്നലെ KSCBയുടെ വാർത്താക്കുറിപ്പ് ഇതാണ്. ഗ്രിഡ് സ്ഥിരതയ്ക്കായി വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെ 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് റോഡ് ഡിസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്ക് ഉന്നതതല യോഗം അനുമതി നൽകി. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ഓവറായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഡ്രിപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അനുമതി കൊടുത്തു. അത് തന്നെ, അത് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ ഉള്ളൊരു അതല്ല, മുൻകൂട്ടി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകളുടെ ഇടയിൽ വാട്സപ്പ് വഴി അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തു. അത്രയേ ഉള്ളൂ. വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലോഡ് ഷെഡിംഗ് ഇല്ല, നമുക്കില്ല, ഇപ്പില്ല, നിലവിൽ ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്തില്ല. ഇല്ല ഇല്ല ഇല്ല. അനുമതി കൊടുത്തു. പക്ഷേ അല്ല, ഇന്നലെ ഒന്നും നടന്നില്ലല്ലോ. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. വളരെ ഓവറായിട്ട് എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നില്ല. എല്ലാവിടെയും ഉണ്ടായിരുന്നില്ല. ലോഡ് ഷെഡിങ് വന്നാൽ എല്ലാവിടെയും ഇന്ന ദിവസം ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലോ വരിക. കറണ്ട് ഇല്ല എന്നല്ല, നമ്മുടെ ഉപയോഗം എത്ര വർദ്ധിച്ചു. അതെന്താ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്? നിങ്ങൾ ഒരു പണി, ഈ വൈദ്യുതി അടുപ്പുകളൊന്ന് ഒരു ക്യാമ്പയിൻ നിങ്ങളൊന്ന് നടത്തി. നാളെ തൊട്ടുണ്ടാകുകയില്ല. ഈ ന്യായീകരണം പോലും പലപ്പോഴും KSCBക്ക് നടത്താൻ പറ്റുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാഗ് തൂക്കി വന്നത് മാധ്യമങ്ങളല്ല, CPI ആണ്, സ്വന്തം മന്ത്രിസഭ. അല്ലല്ല, നിങ്ങൾ വെറുതെ CPIനെ വിവാദം ഉണ്ടാക്കല്ല. അതല്ല, അത് നേരത്തെ തന്നെ അവിടെ ആദിവാസികളുടെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ. അല്ലല്ല, അതൊന്നുമല്ല. ആദിവാസികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ആദിവാസികളെ ആരും നോക്കാറില്ലല്ലോ. ഇപ്പോൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ 117 ആദിവാസി കോളനിയിൽ ലൈറ്റ് കണ്ടിട്ടില്ല. ആ ലൈറ്റ് സ്ഥാപിച്ചതിനെ കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞില്ലല്ലോ ആരും. ഇനി 10 കോളനിയിലുണ്ട് അത് കിട്ടാത്തത്. അവിടെ സോളാറും വിൻഡും കൂടി വെച്ച് കൊടുക്കാനും തീരുമാനിച്ചു. 77 കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, എന്നിട്ട് അവർ ലൈറ്റേ കണ്ടിട്ടില്ല. അരമണിക്കൂറില്ലാന്ന് 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വരുള്ളൂ. അല്ല, KSCB അത് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആവശ്യമുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നില്ലല്ലോ ഡ്രിപ്പാകുന്നുള്ളതേ ഉള്ളൂ. അത് വരുന്ന അതായത് ഇനിയും കൂടുതലായിട്ട് നമുക്ക് 250 മെഗാവാട്ട് കിട്ടിയില്ലെങ്കിൽ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്തത്. അത് ഇന്നലെ കിട്ടി. അതാണ് ആ പ്രശ്നം കഴിഞ്ഞത്. ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഇല്ല ഇല്ല, ഇന്നലെ 250 മെഗാവാട്ട് കിട്ടി. വരുമാനത്തിനനുസരിച്ചിട്ട് അതപ്പോൾ നിങ്ങൾ ചീത്ത പറയും, കൂടുതൽ കൊടുത്ത്. ഇല്ല, അത് നോക്കട്ടെ, അത് റെഗുലേറ്ററി കമ്മീഷനല്ലേ തീരുമാനിക്കുന്നു. വരവെത്ര ചെലവെത്ര എന്നുള്ളത് നോക്കിയിട്ടില്ലേ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. എന്താ നിങ്ങൾ വിമർശിക്കുമ്പോൾ എന്താണ് ഈ 10 വർഷം കൊണ്ട് ഇവിടെ ചെയ്തു തരിക്കണമെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഓരോന്ന് തരാം. ഇവിടെ കൊടുത്തില്ല.
കൊടുത്തില്ല ഇതാ നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഞങ്ങളെ വിമർശിക്കും. വിമർശനം മാത്രമേ അറിയുള്ളൂ. ഇലക്ട്രിസിറ്റിയെ കിട്ടാത്തവർ എത്ര ആളുടെ അറിയൂടെ? ഒരു ഫാന് പോലും വെക്കാത്തവർ എത്ര ആളുടെ അറിയോ? കൺട്രോളിൽ അങ്ങനെ അഭിപ്രായം സർക്കാരിന്റെ കുഴപ്പം തന്നെ അത് തന്നെ. നമ്മളെല്ലാം കൂടി ആയിട്ട് ഇത്രയും ചെയ്തില്ല പറയാണ്. ഇപ്പോഴാണ് 110 കോളനിയിൽ ലൈറ്റ് എത്തിച്ചത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഉൾപ്രദേശങ്ങളിൽ ഇന്ന് പുരുഷ പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ കേട്ടോണ്ട് പോകുന്നത്. കാരണം ഇന്ന് തൊട്ട് ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയുള്ള ഒരു ഉണ്ടാകുന്ന കാര്യമാണ്. 250 മെഗാവാട്ട് കിട്ടിയപ്പോഴാണല്ലോ നമുക്ക് ധൈര്യമായത്. ഇപ്പോൾ ബാങ്കിങ് ഇപ്പോൾ 5 സ്ഥലത്ത്, ഇപ്പോൾ പഞ്ചാബിലൊക്കെ 8 മണിക്കൂർ 10 മണിക്കൂറാണ് ലോഡ് ഷെഡിങ്. 5 സ്റ്റേറ്റിലായി കഴിഞ്ഞു. മൊത്തം നമുക്ക് എവിടെ നിന്നും കിട്ടാൻ വഴിയില്ലാത്ത ഒരു സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് ഇന്നലെ എങ്ങനെയൊക്കെയോ കിട്ടിയതാണ്. അപ്പം അത് നമ്മളൊന്നും അറിയണ്ടേ. മറ്റ് സ്റ്റേറ്റിലുള്ള വിഷമങ്ങളൊന്നും അറിയണ്ടേ. നമ്മളെവിടെ നിന്ന് മേടിക്കും? നമ്മളെക്കാളും വികസിച്ച സ്റ്റേറ്റുകളൊക്കെ 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ലോഡ് ഷെഡിങ് വന്നിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇവിടെ 10 മിനിറ്റിനാണ് നമ്മൾ ചർച്ച വരിക. 10 മിനിറ്റില്ല, ചിലപ്പോൾ 5 മിനിറ്റ്. 5 മിനിറ്റ് എന്താ വെച്ചാൽ ഈ കുക്കറൊക്കെ കറണ്ട് പോയാൽ അതൊക്കെ ഓഫാക്കും. അപ്പോൾ ഡ്രിപ്പ് കഴിയും. അല്ല, ഉപയോഗം കമ്മിയാവില്ലേ? തനിയെ അത് ഓണായി പോവുമല്ലോ അങ്ങനെയാണ് പിന്നെ ആ വാർത്ത എല്ലാം. അതെന്താ വെച്ചാൽ 250 മെഗാ അല്ല 250 അല്ല ഒരു മിനിറ്റ് 250 മെഗാവാട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് കിട്ടിയപ്പോഴും പ്രശ്നമില്ലല്ലോ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? കോടതികളാണെങ്കിലും തെറ്റായ സമീപനം സ്വീകരിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കമ്മീഷൻ എന്ന് പറയുന്നത് ദൈവിക സങ്കല്പമൊന്നുമല്ലല്ലോ മിനിസ്റ്റർ. അതിനെ അയക്കാനും ഇവിടെ അങ്ങനെ ഭയക്കാനൊന്നുമല്ല. നമുക്കതിനെ ഒരു സംവിധാനമല്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ലേ. അതിനെ നമ്മൾ തന്നെ അത് പറയേണ്ട സ്ഥലത്ത് പറയും. അല്ല, മിനിസ്റ്റർ ഇപ്പോൾ യഥാർത്ഥത്തിൽ വേറെ രീതിയിൽ KSCBയെ കൂടി നിർമ്മിക്കുവാർക്കല്ലേ അവരുടെ മനോവീര്യം എടുത്തത്. അങ്ങനെ അവർ 8-ാം തീയതി എടുത്തൊരു പിന്നെ എന്നെ കൊണ്ട് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെതിരായിട്ട് നിങ്ങൾ പറയിക്കണം എന്നുള്ളതാണ് ഉള്ളിൽ ഉദ്ദേശം. അവർ 8-ാം തീയതി ഒരു പെറ്റീഷൻ അല്ലാതെ അത് ഞങ്ങൾ പറയേണ്ട വേദിയിൽ പറയുന്നത്. അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ലല്ലോ അത്. അപ്പൊ ഇന്നത് വേദിയിൽ പറഞ്ഞു, യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തീരുമാനിച്ചില്ല. നമുക്ക് അവസാനിപ്പിക്കാലോ? നിങ്ങളിതൊന്ന്